ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ വണ്ടികൾക്ക് പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. പ്രത്യേകിച്ച് തെറ്റായ രീതിയിലുള്ള ഡ്രൈവിംഗ് മെത്തേഡുകളാണ് വാഹനം ഓടിക്കുന്നതിനിടയിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ മേജർ കംപ്ലൈൻറ്റുകൾ നമ്മളുടെ വാഹനം ഓടിക്കുന്നത് കൊണ്ട് നമ്മൾ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ സാധാരണ സംഭവിക്കുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും അതുപോലെ ലൈസൻസ് എടുത്തതിന് ശേഷം പുതിയതായിട്ട് വണ്ടിയൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ തെറ്റായ ഡ്രൈവിംഗ് രീതികൾ കൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെ, അത് ഒഴിവാക്കാനായിട്ട് ഡ്രൈവിംഗ് രീതിയിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്ക് കൃത്യമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകളെ കുറിച്ച് സ്വയമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഐഡിയ പല ആൾക്കാർക്കും ധാരണയില്ല. ആ ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. സുരക്ഷിതമായിട്ട് ഒരു വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സുരക്ഷിതമായിട്ട് നമ്മളുടെ വാഹനത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇഗ്നിഷൻ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒറ്റ തിരിവിന് ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശീലമല്ല. കാരണം നമ്മളുടെ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ ഒന്ന് ഓണായി മീറ്റർ കൺസോളിലെ വാർണിംഗ് ലൈറ്റുകളൊക്കെ ഒന്ന് തെളിഞ്ഞ് കണ്ടതിന് ശേഷമേ വണ്ടി സ്റ്റാർട്ട് ആക്കാവുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ്, വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും ഓഫാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പല ആൾക്കാർ ഈ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കത്തില്ല, കുറച്ചൊക്കെ റിലീസ് ചെയ്ത് വെക്കും. ചിലർ റിലീസ് ചെയ്യാനായിട്ട് മറന്നുപോകും. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ 2 ടയറും ലോക്കാകും. പ്രത്യേകിച്ച് ബാക്കിലെ ബ്രേക്ക് ഷൂ അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പാർട്സുകളെല്ലാം ഹീറ്റ് ആവുകയും നമ്മുടെ വണ്ടി കുറച്ച് ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി റോഡിൽ സ്റ്റക്കായി നിൽക്കാൻ സാധ്യതയുണ്ട്, ബ്രേക്ക് ജാമായിട്ട്. ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റുകൾ പറയാം. ഒന്ന്, പല ആൾക്കാരും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുപോലെ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇടത്തെ കാല് ഇതുപോലെ ക്ലച്ചിൽ താങ്ങിയേക്കും. ഇപ്പം ഇതുകൊണ്ടോ ക്ലച്ചിൽ ഇങ്ങനെ താങ്ങി പിടിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഗിയർ ഇട്ട് ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്യും. ഇപ്പോൾ സെക്കൻഡിൽ വന്നു, വീണ്ടും തേർഡ് കൊടുക്കുന്ന സമയത്തും തേർഡ് ഗിയർ കൊടുത്ത് ക്ലച്ച് അയച്ചിട്ട് കാല് ക്ലച്ചിലേക്ക് ഇങ്ങനെ വെച്ചേക്കും. വീണ്ടും അടുത്ത ഒരു ഗിയർ കൊടുത്തിട്ട് ഇതുപോലെ ക്ലച്ചേ കാല് വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവരുണ്ട്. ഇത് ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ കൊടുക്കുന്നു, വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും. കുറച്ച് താഴോട്ട് താഴ്ത്തി പ്രസ് ചെയ്ത് ഡ്രൈവ് ചെയ്യും. ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലച്ചിന് തേയ്മാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇത്ര കാലം ഓരോ ക്ലച്ചിന് കാലാവധി പറയുന്നുണ്ട്. അതിന് മുന്നമേ തന്നെ നമ്മൾ ക്ലച്ച് മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഡ്രൈവിങ്ങിൽ വരും. അതുകൊണ്ട് പരമാവധി ക്ലച്ചെ കാല് വെച്ച് വണ്ടി ഡ്രൈവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഡ്രൈവിങ്ങിൽ ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് നിങ്ങൾ അനാവശ്യമായിട്ട് ചവിട്ടി കൊടുക്കരുത്. ചില ആൾക്കാർ നമ്മൾ ഈ ഹൈ റേഞ്ച് പോലെയുള്ള നമ്മുടെ ഈ നാടുകളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇറക്കങ്ങളുള്ള റോഡുകളാണ്. ഈ ഇറക്കങ്ങളുള്ള റോഡുകളിൽ ചില ആൾക്കാർ ന്യൂട്രൽ അടിച്ച് ഇറങ്ങാറുണ്ട്. അവിടെ ബ്രേക്ക് മാത്രം കൊടുത്തിട്ടാണ് ന്യൂട്രൽ ഇറങ്ങുന്നത്. അപ്പോൾ ഫ്യൂവല് ഈ പറഞ്ഞ പോലെ ലാഭിക്കാനായിട്ടാണ് ഈ ന്യൂട്രൽ ഇറങ്ങുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക് പാഡ് ഹീറ്റായി അല്ലെങ്കിൽ ബ്രേക്ക് ഡിസ്ക് ആ ഏരിയ എല്ലാം ഹീറ്റായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറക്കം ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഒരു വളവ് ഇറക്കം വരുവാണ്. ഞാൻ അഡ്വാൻസ് ഇതുണ്ട്, 4th നിന്ന് 3rd ഇടുകയാണ്, എന്നിട്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ആ 3rd ഗിയറിൻ്റെ പിടുത്തം വന്നു. ഇനി ഇത്തിരി കൂടെ സ്ലോ ചെയ്ത് എനിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിച്ച് 2nd ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഈ 2ാമത്തെ ഗിയറിൻ്റെ പിടുത്തവും ചെറിയ ബ്രേക്ക് മതി. അപ്പോൾ തന്നെ നമ്മുടെ വാഹനം സ്ലോ ആയിട്ട് പതിയെ ഇറങ്ങിക്കോളൂ. ഇനി നല്ല ചുരങ്ങളോട് കൂടിയ റോഡാണെങ്കിൽ ഫസ്റ്റ് ഗിയർ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ വണ്ടി പോകുന്നുണ്ടോ, ഇതേ പിടിച്ച് പോകുന്നുണ്ടോ. ഇപ്പം ഞാനിവിടെ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ നോക്കിക്കേ, ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. ഇപ്പോൾ ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഇങ്ങനെ ഇറങ്ങി പോയെന്ന് കരുതി നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ കൂടുതലായിട്ടൊന്നും കത്തിത്തീരത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ അത്യാവശ്യം നല്ലൊരു വളവ് ഇറങ്ങി പോവാണ്. ഞാൻ ബ്രേക്ക് ചവിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ നല്ലൊരു ടേണാണ്. ദേ ഹാൻഡ് ബ്രേക്കും ഇല്ല, ഒന്നുമില്ല. വണ്ടി പോകുന്നത് എങ്ങനെയാണ് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് തൊട്ട് ചവിട്ടിയാൽ മതി. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് തൊട്ട് ചവിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് കിട്ടും. നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇറങ്ങി വരാം. ഇതിനെയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കയറ്റം ഏത് ഗിയറിലാണോ കയറുന്നത് ആ ഗിയറിൽ ഇറക്കം ഇറങ്ങാനായിട്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കയറ്റം ഫസ്റ്റ് ഗിയറിലാണ് കയറി പോകുന്നത്, കുത്തനെയുള്ള കയറ്റമാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങാൻ ശ്രമിക്കണം. ന്യൂട്രൽ അടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് പോകും, വലിയ പണി നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്.
ഇനി ഗിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മളുടെ വാഹനത്തിന് ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഗിയർ മാറുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടാത്ത ഒരു സ്വഭാവ രീതിയാണ്. ബിഗിനേഴ്സിന് പല ആൾക്കാർക്ക് ഇത് സംഭവിക്കാറുണ്ട്. നമ്മൾ ഗിയർ മാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫുൾ ക്ലച്ച് ചവിട്ടി മാത്രമേ വാഹനത്തിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരും. കാരണം ഒരു ഗിയറിൽ നമ്മുടെ വണ്ടി ഡ്രൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും നമുക്ക് താൽക്കാലികമായിട്ട് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ നമുക്ക് കട്ട് ഓഫ് ചെയ്യണം. അതിനാണ് നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത്. ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട്. നിരന്തരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് വേഗത്തിൽ തന്നെ പണിയേണ്ട സിറ്റുവേഷൻ വരും. തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. നിർബന്ധമായിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറാനായിട്ട് ശ്രമിക്കണം. ഇനി അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ ഗിയറിലും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗിയറിനെ മടുപ്പിച്ച് വണ്ടി ഓടിക്കരുത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിലേക്ക് ചെറിയൊരു കയറ്റം കണ്ടു. കയറ്റം കാണുന്ന സമയത്ത് അന്ന് 4ാമത്തെ ഗിയറിൽ തന്നെ പൊയ്ക്കോളും എന്ന് കരുതി പരമാവധി 4-ലിട്ട് ഓടിച്ച് കയറരുത്. ചെറിയൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് 4th നിന്ന് 3rd കൊടുത്ത് ക്ലച്ച് അയച്ച് കയറുക. അപ്പോൾ 3ാമത്തെ ഗിയറിൽ വളരെ സ്മൂത്തായിട്ട് കയറും. വണ്ടിക്ക് കൂടുതൽ വലി കിട്ടും. വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് കൂടുതലായിരിക്കും. ഒരു തരത്തിലുള്ള ഒരു മടുപ്പ് നമുക്ക് ഗിയർ ബോക്സിന് കൊടുക്കാതെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പം 3-ൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ താഴ്ഭാഗത്തു നിന്ന് തന്നെ 2nd ഗിയറിലേക്ക് ഇട്ട് ഷിഫ്റ്റ് ചെയ്ത് കയറുക. എന്നിട്ട് കയറുന്നതിനനുസരിച്ച് കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അല്ലാതെ ഒരു ഗിയറിലിട്ട് നിങ്ങൾ വലിപ്പിച്ച് വണ്ടി ഓടിക്കരുത്. അതുപോലെ തന്നെ അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത ഓരോ ഗിയർ ഇടാനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം അടുത്ത ഓരോ ഗിയറും ഇടുക. ഒരുപാട് പേര് അതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ക്ലച്ചിലും ആക്സിലറേഷനും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പല ബിഗിനേഴ്സും ഇത് ചെയ്യാറുണ്ട്. കാരണം വണ്ടി എടുക്കുന്ന സമയത്ത് ഇതാണ്, അതായത് പ്രത്യേകിച്ച് കയറ്റങ്ങളിലൊക്കെ എടുക്കുമ്പോഴാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ നിന്നിട്ട് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്ന സമയത്ത് വണ്ടി ബൈക്കിലേക്കും പോകത്തില്ല, പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ആയിരിക്കും വണ്ടി നിൽക്കുന്നത്. അപ്പം ഫ്യൂവൽ കൂടുതൽ കത്തിത്തീരുകയും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാതെ പിടിച്ചു വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിനും തേയ്മാനം സംഭവിക്കും. അങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കണം. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന റോഡിന് ആനുപാതികമായിട്ട് ചെറിയൊരു ആക്സിലറേഷൻ, ഇപ്പോൾ ഇവിടെ നിരപ്പായിട്ടുള്ള റോഡാണ്, ചെറിയൊരു കയറ്റമുണ്ട്, എന്നാൽ പോലും നിരപ്പാണ്, ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് അയച്ച് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പഠിക്കണം. അല്ലാതെ ക്ലച്ച് അരപ്പിച്ച് ആക്സിലറേഷൻ ഓവറായിട്ട് കൊടുത്ത് ഫ്യൂവൽ കത്തി തീർന്ന് ഉള്ള രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പാടില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഗിയർ ലിവറിൽ ഒരുപാട് പ്രഷർ കൊടുത്ത് ഗിയർ ഇടരുത്. ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. ഉള്ള ബലം മൊത്തം ഇവിടെ കൊടുക്കരുത്. ഈ ഗിയറിൻ്റെ താഴോട്ട് വരുന്ന ഒരുപാട് പാർട്സുകളുണ്ട്, അവയ്ക്കൊക്കെ തേയ്മാനം വരും. ഈ ഗിയർ ബോക്സിന് കൂടുതൽ എന്നാ പറയുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള അവസ്ഥ മാറി ഇവിടെ കൂടുതൽ ഒരു ഇളക്കം ഗിയർ ബോക്സിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഗിയർ മാറുന്ന സമയത്ത് ഇതുകൊണ്ടോ, ഇപ്പോൾ നമ്മൾ 3rd കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടാം, 4th കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടാം. ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഗിയറുകളാണ് നമ്മളുടെ വാഹനത്തിൻ്റെ. അപ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ബലം കൊടുത്ത് ഗിയർ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അതുകൂടെ നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ചെയ്യുക. ഇനി നിങ്ങൾ വാഹനം നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വാഹനം നിർത്തുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ഗിയർ ഡൗൺ ചെയ്ത് നിർത്തുക. ഇപ്പോൾ 4th വരുന്നെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, 3rd ഗിയറിലേക്ക് മെല്ലെ വരുന്നു, എന്നിട്ട് സൈഡിലേക്ക് ഒതുക്കി ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാനിവിടെ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിർത്തി 3rd ഗിയറിലാണ് കിടക്കുന്നത്. അപ്പം വീണ്ടും ഒന്ന് ഒതുക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നമ്മൾ വാഹനത്തെ നിർത്തുക. നിർത്തുന്ന സമയത്ത് നമ്മൾ സ്പീഡിൽ വരുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഗിയറും കൂടെ ഡൗൺ ചെയ്ത് സൈഡ് ഒതുക്കി വണ്ടി നമ്മൾ നിർത്തണം, ക്ലച്ചും കൂടെ ചവിട്ടി നിർത്തണം. എന്നിട്ട് വണ്ടി എടുത്തിട്ട് ചേർത്ത് നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്ക് അനാവശ്യമായിട്ട് ചുമ്മാ കുത്തി ചവിട്ടരുത്. പതിയെ നമ്മൾ സ്മൂത്തായിട്ട് ചവിട്ടി വണ്ടിയെ നിർത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക.